അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ ബാക്കിയാവണം മക്കൾ. അതുകൊണ്ട് ആ അപ്പനും അമ്മയും കൂടെ വന്നിട്ടുള്ളവരെന്ന് കൈപൊക്കി. അപ്പനും അമ്മയും കൂടെ വന്നിട്ടുള്ളവരെന്ന് കൈപൊക്കി. അപ്പനും അമ്മയും കൂടെ. ആ റെഡി. അപ്പനോ അമ്മ ആരെങ്കിലും വന്നിട്ടുള്ളവരെന്ന് കൈ വരുത്തിക്ക്. ആ സ്വന്തം പിള്ളേര് തൊട്ടടുത്തുള്ളവരെന്ന് കൈ പൊക്കിക്ക്. ആ റെഡി. ആ തൊട്ടടുത്തിരിക്കുന്ന കൊച്ചിന് ഉമ്മയുണ്ട്. അവൾ തുമ്പ് കൂട്ടിയോ എങ്ങനെയാണ് ചൂടാണ് എങ്ങനെയാണ് ഒരു ഉമ്മ കൊടുത്ത്. ആ ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞേ മിടുക്കനാ മിടുക്കിയ ഒന്ന് പറഞ്ഞേ മിടുക്കനാ മിടുക്കിയ എന്നൊന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞ് ആ കൊച്ചു വളർന്നു ഇരുന്ന് നിരങ്ങി മൂത്രമൊഴിച്ച്. കേട്ടടാ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് ശ്രദ്ധിച്ചു വേണം. നീ 1ാം ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ആദ്യത്തെ 2, 3 വയസ്സ് ഇരുന്ന് നിരങ്ങി അപ്പിയൊക്കെ കുഴച്ച് ദേഹത്തൊക്കെ തേച്ച് ഇപ്പോഴല്ല യൂണിഫോം ഒക്കെ ഇട്ട് നല്ല മിടുക്കിയായിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ വന്നു. 1ാം ക്ലാസ്സിൽ വന്നപ്പോ ഈ ടീച്ചർമാര് പഠിപ്പിച്ചു. ആ പറ പന ആപ്പിൾ അല്ലേ, അതെല്ലാം പഠിപ്പിച്ചു. 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് 1, 2, 3 ക്ലാസ്സിലെ പിള്ളേര് കൈപ്പൊക്കിക്ക്. 1, 2, 3, 4 പേരൻസിനോടാണ്. 1ാമത്തെ റോയിലെ 4ാമത്തേത്. ഈ പ്രായത്തിൽ കൊച്ചുങ്ങള് ഭയങ്കര ക്യൂരിയസാ. അധികം ഈ പ്രായത്തിലെ പിള്ളേരുടെ പേരൻസ് ഓർത്തോണം കുജ ചോദ്യം ചോദിക്കും. അതെന്താ നക്ഷത്രം അങ്ങനെ ഇരിക്കുന്നേ, അതെന്താ തക്കാളിയുടെ അറ്റത്ത് 2 ഇല, എന്താ നമുക്കറിയത്തില്ല. എന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു 2 നക്ഷത്രം തമ്മിൽ എല്ലാ അകലമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു 2 കിലോമീറ്റർ കാണും അല്ലാത്ത ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ നിന്റെ മറ്റേ പാപ്പനോട് ചോദിക്കും. അവൻ ഫിസിക്സാണ്, ഞാൻ എക്കണോമിക്സ്, എനിക്ക് കിലോമീറ്റർ അറിയിച്ചുള്ളൂ, ഫിസിക്സുകാരന് വേറെ എന്തെങ്കിലും അറിയാറില്ല. അവൻ പറഞ്ഞു 2 പ്രകാശവർഷം ലൈറ്റ് ഇയർ. ഓ അയ്യാ എന്റെ എളിയിലിരുന്നോണ്ടാ മറ്റോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നീ എന്താ മറ്റവന്റെ എളിയിലോട്ട് ചെറുക്കാറുണ്ട്. എന്റെ എളിയിലിരുന്നിട്ട് എല്ലാം കൊണ്ടാക്കേണ്ട കാര്യം. ഈ പ്രായത്തിൽ കൊച്ചിന്റെ പ്രശ്നം പപ്പടം കാച്ചുമ്പോ കിചികിച്ച ഒച്ച കേൾക്കുമോ, പപ്പടം ചേട്ടന് ഭക്ഷണം കൊടുക്കുന്ന സമയത്താ ഞാന് നിന്റെ പപ്പടത്തിന്റെ കിചികിച്ച. നിങ്ങൾ സംശയം തീർത്തില്ല പിന്നെ ആര് തീർക്കും? 4, 5, 6 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ മാതാപിതാക്കളും പിള്ളേരും കൈപൊക്കിക്ക്. ആ 1ാമത്തെ റോയിലെ 5ാമത്തെ ഈ പ്രായത്തിൽ പിള്ളേര് ഭയങ്കര കുസൃതിയാ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന പ്രായം. അതിനാ ഇവിടെ മത്സരം, അതിനാ ഇവിടെ ഓരോ പരിപാടി നടത്തുന്നത്. അന്നേരം ഉണ്ടല്ലോ അതിന് ഫീസ് ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു മത്സരം നടത്തിക്കൊണ്ടാ മുണ്ടക്ക് വെച്ച മത്സരം നടത്തിയപ്പോ ഉണ്ടല്ലോ ചില പടംവര ക്രയോൺസ് കളറിങ് ഇങ്ങനെ ഓൾ കേരളയാ നടത്തിയേ. ചില മാതാപിതാക്കൾ വന്നിട്ട് ചോദിച്ചു എന്തിനാ 50 രൂപ രജിസ്ട്രേഷൻ? 50 രൂപയ്ക്ക് വന്നവർക്കറിയാം ചായയും ബിസ്ക്കറ്റും സർട്ടിഫിക്കറ്റും 100 രൂപയുടെ ഞാൻ കൊടുത്തു. ചിലവർക്ക് ഫ്രീ കിട്ടിയാലേ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാനൊരു കുഞ്ഞു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്റെ പുസ്തകമല്ല, അത് പുറകെ വെച്ചാല് പെരുമാറ്റ മര്യാദ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ കിടക്കണമെന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം. അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് 10 രൂപയാ. 10 രൂപ ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് പോകും. മനസ്സിലായോ? 10 രൂപ ഉണ്ടായിട്ട് എന്നെ പറ്റിക്കൊണ്ട് പോയ 1/2 മണിക്കൂറിനുള്ളിൽ ഗ്യാസ് കുറ്റിയുടെ അടപ്പ് തെറിച്ചു. ചിലവർക്ക് ഓസി കിട്ടിയാലേ സന്തോഷമുള്ളൂ. ചിലവർക്ക് ബാക്കി എല്ലാത്തിനും പൈസ ഉണ്ട്. ആ സ്കൂൾ ബസ് എനിക്കറിയില്ല ഇവിടുത്തെ സിറ്റുവേഷൻ എന്നാണ്. ബസിന്റെ അത് ചിലവർക്കുണ്ട് ഞാൻ ഫീസ് കൊടുക്കുന്നതല്ലേ, എന്റെ വീടിന്റെ മുന്നിൽ നിർത്തി എന്നാ കുഴപ്പം. ഈ എന്നിട്ട് ഈ പിള്ളേരുടെ കേൾക്കുക. ഈ പിള്ളേരുടെ കേൾക്ക പറയുമ്പോ ഉണ്ടാവുന്ന മാറ്റം ഞാൻ പറഞ്ഞു തരിക പച്ചയ്ക്ക്. ചില പേരൻസ് പറയും അതെ ഇപ്പോഴൊന്നും അല്ല ശ്രദ്ധിക്കണ്ടേ, 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോഴാ ശ്രദ്ധിക്കണ്ടേ. ഈ കൊച്ചിന്റെ സ്വഭാവത്തിന്റെ 85% അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച്, ബാക്കി 10% 6 വയസ്സിന്റെ ഇടയിൽ. 85, 10, 95. ബാക്കി 5% അതിന് ഞങ്ങൾ വിളിക്കുന്ന പേരാണ് മോഡിഫിക്കേഷൻ ഓഫ് ദ ബിഹേവിയർ. ഇനിയെങ്കിലും മാതാപിതാക്കൾ മനസ്സിലാക്കും. ചില പിള്ളേർ എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. ഈ ഇരിക്കുന്ന വൈദികന്റെ സ്വഭാവത്തിന്റെ 85% ആ വൈദികന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു.
ബാക്കി 10% 6 വയസ്സിന്റെ ഇടയിലാണ്. 85 10 95. ബാക്കി അച്ഛനായിട്ട് എത്ര വർഷമായി? 25. ജൂബിലി വർഷമാണ്. സെമിനാരി 12 കൊല്ലം പഠിച്ചു. 25 വർഷമായി വൈദികനായി. ആ വൈദികന്റെ സ്വഭാവത്തിൽ 5% മാറ്റമേ ഉള്ളൂ, മോഡിഫിക്കേഷനേ വന്നിട്ടുള്ളൂ. ഇതിന്റെ ഉത്തരേ മാതാപിതാക്കൾക്ക് മനസ്സിലാകാനാ. ചിലവരെന്നെ അങ്ങനെ, ചിലവരെന്നെ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട അടുത്ത് നിന്ന് കിട്ടാത്തതുകൊണ്ടാ. 4, 5, 6 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് നല്ല സെക്സ് എഡ്യൂക്കേഷൻ ആരംഭം കൊടുക്കണം. ഇപ്പോഴത്തെ പുതിയ പഠനമുണ്ട്. നേരത്തെ 12 പഠിക്കുന്ന കൊച്ചിന് ഇപ്പൊ 6 പഠിക്കുന്ന കൊച്ചിന് ഇപ്പം നേരത്തെ 12 പഠിക്കുന്ന കൊച്ചിനുള്ള ബോധമുണ്ട്. ശാരീരികമായിട്ട് മാറ്റം വരിക. അന്നേരം കൊച്ചി കൺഫ്യൂസ്ഡാ. 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് പേരൻസും കൈപൊക്കുകയും അഡോളസൻ കൈപൊക്ക് ഇത്രയും പേരല്ലോ. കൈ താത്തിക്കോ. ടീനേജ് പ്രായം, അഡോളസന്റ് പ്രായം, കൗമാര പ്രായം. അതെ, 1ാമത്തെ റോയിലെ സെക്കൻഡ് ലാസ്റ്റ്. അതിനെ അങ്ങനെ ഇതിനെ ഇങ്ങനെ. എന്നോട് എന്തിനാ വഴക്ക് പറയുന്നേ? എനിക്ക് സൗകര്യമില്ല. ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് മിണ്ടാൻ, പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് മിണ്ടാൻ, തൊടാൻ ഒക്കെ തോന്നും. ദാറ്റ് ഈസ് നാച്ചുറൽ. ഈ നാച്ചുറാലിറ്റിയെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. എന്നിട്ടും ഉണ്ട് ജീവിതം. പ്ലസ് ടു അത് കഴിഞ്ഞ് ഡിഗ്രി, അതിനുശേഷം ഒന്നെങ്കിൽ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ വൈദികനോ സിസ്റ്റർ ആവണം, അല്ലെങ്കിൽ സന്യാസത്തിന് പോകണം, അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതം. ഏതെങ്കിലും ഒന്നായിട്ട്. ഞാൻ ആദ്യം കൈമുക്കിച്ചില്ലേ, നമ്മുടെ കാലശേഷം നമ്മുടെ മക്കള് നമ്മളെക്കാളും അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവര് കൈ ഉയർത്തിക്കേ. ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇതാ, നിങ്ങൾ മരിക്കുമ്പോ അന്നത്തെ ആൾക്കാർ പറയും, മക്കളെ നന്നായിട്ട് വളർത്തി. ഞാനാ വരുന്നത്, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ വരുമോ? അത് വരുമോ? ആദ്യം ആരും പോകുന്നു, ഞാൻ പോകും. എന്നെ സംശയം? ഞാൻ മരിച്ചു കഴിയുമ്പോ നിങ്ങൾ വന്നാൽ നിങ്ങൾ നോക്കണം എൻ്റെ മക്കൾ എവിടെയാന്ന്. അന്നേരം അയലോക്കംകാർ പറയുക, അവൻ ഓൺലൈനിൽ കാണുന്നുണ്ടെന്ന്. അവൻ ഓൺലൈനിൽ കാണുന്നുണ്ട് അപ്പൻ്റെ അടക്ക്. ചേർപ്പങ്കൽ, മംഗളാരാം, കൊടങ്ങൂര് ഇതൊക്കെ എൻ്റെ പ്രദേശമാണ്. ഇരുന്നൊന്ന് ചിന്തിക്കണം. ഇരുന്ന് കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി വളർത്തി വലുതാക്കുന്ന അപ്പനെയും അമ്മേനെയും അനാഥാലയത്തിൽ കൊണ്ടാക്കാനാവരുത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം. ആ തിരിച്ചറിവ് ഈ സ്കൂളിനുള്ളതുകൊണ്ടാ ശിശുദിനത്തിന് കലാപരിപാടി വെച്ച് അനുമോദിക്കാൻ അപ്പനും അമ്മയും കൈയടിച്ചില്ലാലുണ്ടല്ലോ, നാട്ടുകാർ കൈയടിക്കും. അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ പോകും. ഇനി ഇത് 10 ടൈപ്പ് പിള്ളേര് ഈ സ്കൂളിലുണ്ട്. ഹെഡ്മാസ്റ്റർമാർക്കും ടീച്ചർമാർക്കും പേരൻസിനും വേണ്ടിയാ. ചോദിക്കുമ്പോൾ കിളി പോലെ ഉത്തരം പറയുന്ന ബുദ്ധിയുള്ള പിള്ളേര് ഈ കൂട്ടത്തിലുണ്ട്. സ്റ്റാർ കിട്ടുന്ന അവരുണ്ടെന്നേ. അവരുടെ IQ, അവർ ഹൈ, അവരെ ഞങ്ങൾ വിളിക്കും ഗിഫ്റ്റഡ്. 2ാമത്തെ ടൈപ്പും ഉണ്ട്, ബാക്ക്വേർഡ്. പഠിക്കാൻ കുറവാണേലും സ്നേഹമാ. എൻ്റെ പ്രിൻസിപ്പൽ സാറെ ഫസ്റ്റ് കിട്ടിയ കൊച്ചിനേക്കാളും ഉണ്ടല്ലോ, സാറ് 10 കൊല്ലം കഴിയുമ്പോൾ കിടങ്ങൂര് വന്നിറങ്ങുമ്പോൾ അവിടെ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുന്ന പയ്യൻ പറയും, ജോജി സാറേ ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ വേണമെങ്കിലുണ്ടല്ലോ കണ്ടിട്ട് കാണാത്ത പോലെ പോകാൻ സാധ്യതയുണ്ട്. പോകുമെന്ന് എനിക്കറിയില്ല. ഓട്ടോ ഓടിക്കുന്ന, പഠിക്കാൻ കുറവായിരുന്നു മാർക്ക്, പക്ഷെ അവന് സ്നേഹമുണ്ടെന്നേ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പിള്ളേർക്കുണ്ടല്ലോ പഠിക്കാൻ ഇച്ചിരി കുറവാണേലും ഉണ്ടല്ലോ നന്മ കളയരുത്. ചില പേരൻസിന് മാർക്ക് മതി, മാർക്ക്. എന്നിട്ട് ചോദിക്കും, അയലോക്കത്തെ ശോശാമയുടെ കൊച്ചിന് എത്രയുണ്ടടി? ഫുൾ A+. നിനക്കാ 3 A+. പോട്ടി, നീ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഉണ്ടായവളാന്ന്. ആ കൊച്ചിന് ചങ്ക് തകരുന്നേ. ചിരി. ഇത് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കണം. ചിലവരുടെ ഈ കണ്ണ് നിറയുന്നത് ഇതും കാണുമ്പോൾ ഞാൻ അതിൻ്റെ മറുപടി പറയാം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് എൻ്റെ കൺവിക്ഷൻ്റെ ബാക്കിയാണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അത് ശരിയാന്ന് തോന്നിയാൽ മാത്രമേ കൈയടിക്കാവുള്ളൂ. 21ാം നൂറ്റാണ്ടിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ബോധ്യം ശരിയാണെന്ന് തോന്നുന്നവർക്ക് കൈയടിക്കാം. നിങ്ങളാണ് കൈയടിച്ചതെങ്കിൽ അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്. IQ മാത്രം പോരാ, EQ, SQ, PQ ഒക്കെ വേണം. ഇനി 3ാമത്തെ ടൈപ്പ് വേണം,
ക്രിയേറ്റീവ്. നോക്കിക്കേ, ഇതുണ്ടോ? ഇത് ഏതോ ഒരു കൊച്ചു വരച്ചതാ. ഇത് ഈ പടം ചിൽഡ്രൻസ് ഡേയുടെ ക്രിയേറ്റീവാ. നിങ്ങളുടെ കൊച്ച് ബ്ലാക്ക് ബോർഡെ വരയ്ക്കും, നിങ്ങളുടെ കൊച്ച് ബുക്കേ വരയ്ക്കും. എന്റെ കൊച്ചാണ് ഭിത്തിയിലാ വരയ്ക്കുന്നത്. അന്നേരത്തേക്കും നോ, അപ്പെക്സിന്റെ പെയിന്റിങ് അടിച്ചതോളൂ, നിന്റെ മുട്ടുകാല് തല്ലി അടിക്കുന്നു. അത് കഴിഞ്ഞിട്ടാവും പിന്നെ പുറത്തു പോയി വരയ്ക്കും. കൂടെ പഠിക്കുന്ന കൊച്ചിന്റെ പുറത്ത് കോമ്പസ് കൊണ്ട്. പടിക എന്ന് പറയുന്ന സിനിമയിൽ ചാക്കോ മാഷ് മാത്തമാറ്റിക്സിൽ 1-ാം തരം പുലിയായിരുന്നു. പക്ഷെ ചാക്കോ മാഷിന് പറ്റിയ അബദ്ധം, സ്വന്തം കൊച്ചിന്റെ കഴിവിനെ അംഗീകരിക്കാൻ പറ്റിയില്ല. ഈ പാലക്കാരൻ ഭദ്രൻ സാറാണ് അത് ഡയറക്റ്റ് ചെയ്തേ. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, ഈ ആടുതോമ എന്നുള്ള കഥാപാത്രം ഇട്ടപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആരായിരുന്നു? അദ്ദേഹം പറയുക, തോമസ് ആൽവ എഡിസൺ. സോപ്പ് വെട്ടിക്കകത്ത് ബാറ്ററിയും വെച്ചോണ്ട് ഞാൻ വന്നപ്പോ ഉണ്ടല്ലോ, അപ്പൻ അധ്യാപകനാ, അപ്പനെ കാണിച്ചു, ഇതാ കണ്ട കണ്ട കണ്ട. അന്നേരം അപ്പൻ പറഞ്ഞു, പോടാ കണ്ടു പഠിക്കണം മറ്റേ കൊച്ചിനെ. A+B² ഡയഫിനിഷൻ പറയടാ. അവൻ അവന്റെ തല വേറെയായിരുന്നു, ക്രിയേറ്റീവ് ആയിരുന്നു. ആ കൊച്ച് ബോക്സിനകത്ത് വെച്ച് റേഡിയോ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ ബുദ്ധിയോൾ മാത്രം മതി എന്ന് പറഞ്ഞ അപ്പം പറഞ്ഞു, പറയടാ. അവൻ വെച്ചു. രാത്രി ഉറങ്ങിയപ്പോ ആടുതോമായുടെ കത്രിക ആ അപ്പന്റെ കൈ മുറിച്ചുവെങ്കിൽ ചിന്തിക്കണം. പേരന്റിങ്ങിനാ ക്ലാസ് ഞാൻ എടുക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഉള്ളത് മുഴുവൻ കൊടുക്കുന്നുണ്ടോ? ഉള്ളു കൊടുക്കുന്നുണ്ടോ? പടം വരയ്ക്കാൻ ഉള്ള കൊച്ച് പടം വരയ്ക്കട്ടെ. ഈ സ്കൂൾ പെയിന്റ് അടിച്ചത് ഏതാണെങ്കിലും ഐൻസ്റ്റീൻ അല്ല, ഏതോ ഒരു പെയിന്ററാ. ഞാൻ APJ അബ്ദുൽ കലാം സാറിനെ ഇന്റർവ്യൂ ചെയ്ത ആളാണ്. APJ അബ്ദുൽ കലാം സാറിനോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ കലാം, now I am a student. In 2030, what will be my role? Then Dr. Kalam replied, now you are a student. In 2030, you may be doctor, engineer, priest, farmer, bus conductor. What may be good. നീ ആരും ആയിക്കോട്ടെ, നല്ലവനാവുക. ഞാൻ ചോദിച്ചു, എന്നതായി നല്ലവനാവുക എന്ന് ഉദ്ദേശിച്ച? അപ്പൊ ഈ സാറ് പറയുക, നീ ഡോക്ടർ ആണെങ്കിൽ 24 മണിക്കൂറും രോഗികൾക്ക് അവൈലബിൾ ആവണം. ഓപ്പറേഷൻ കഴിയുമ്പോൾ കത്രികയും സൂചിയൊക്കെ മേശയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണമെന്ന്. അല്ലാതെ സമയക്കുറവ് കാരണം വയറ്റിലോട്ട് ഇട്ട് കുത്തി കിട്ടുവാണെങ്കിൽ. നീ എഞ്ചിനീയർ ആണെങ്കിൽ 100 ചാക്ക് ഉപയോഗിക്കേണ്ടടുത്ത് 100 ചാക്ക് ഉപയോഗിച്ച് വാർക്കണമെന്ന്. നീ ടീച്ചർ ആണെങ്കിൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കണമെന്ന്. നീ ബസ് കണ്ടക്ടർ ആണെങ്കിൽ 50 പൈസ തിരിച്ചു കൊടുക്കുന്ന സത്യസന്ധനായിട്ടുള്ള ബസ് കണ്ടക്ടർ. വായിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? 6 മാസം മുമ്പ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അടുത്ത് ഒരു പെണ്ണ് ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ട് താഴോട്ടിട്ടു. വഴിയെ പോയ ടാക്സിക്കാരൻ ചോദിച്ചു, എന്തിനാ എറിഞ്ഞേ? തന്നാ പോരായിരുന്നോ? അത് വേർഡ്സ് ഓഫ് സിമ്പതി. പക്ഷേ ദീപിക പത്രത്തിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വന്നൊരു വാർത്തയുണ്ട്, മകള് ക്യാരിങ് ആണെന്ന് അപ്പനും അമ്മ അറിഞ്ഞില്ലായിരുന്നെന്ന്. ദാറ്റ് ഈസ് നോൺ ആസ് വാല്യൂ ക്രൈസിസ്. ചൊറിയാണെങ്കിൽ ഒളിച്ചു വെക്കാം, ഇറക്കമുള്ള നൈറ്റിയൊക്കെ ഇട്ടാൽ മതി, ചൊറി മാറിക്കും, കാണിയല. ഈ 4 മാസം വരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വയറൊക്കെ ഇങ്ങനെ പിടിക്കാം. 7.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പുറത്തറിയാൻ മേലെ ചേച്ചി. എന്നിട്ട് 9 മാസമായപ്പോൾ അപ്പനും അമ്മ അറിഞ്ഞില്ലെന്ന് മകള് ക്യാരിങ് ആണെന്ന്. ഇത് ഉഗാണ്ടയിലോ അമേരിക്കയിലോ അല്ല, കൊച്ചിൻ. മെന്റലി റിട്ടാർഡ്. എനിക്കറിയില്ല, പക്ഷേ കുഞ്ഞുങ്ങൾ കാണാം, ബുദ്ധി വികാസം കുറഞ്ഞവർ. അവരും MR എന്നുള്ള വാക്കിപ്പോ ഇല്ല കേട്ടോ, ഡിഫറൻ്റ്ലി ഏബിൾഡ്. ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ആളാണ്. ഈ സ്പെഷ്യൽ സ്കൂളിൽ ചെന്നപ്പോൾ 2 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫോട്ടോ വരച്ചു തന്ന കൊച്ചവിടെ ഇരിപ്പുണ്ട്. ദയവ് ചെയ്ത് മന്ദബുദ്ധിയെന്നും പൊട്ടാന്നൊന്നും പിള്ളേരെ വിളിക്കരുത്. ആരും ഇഡിയറ്റ്സ് എന്നൊന്നും വിളിക്കരുതേ. IQ 25 താഴെയുള്ളവരാ ഇഡിയറ്റ്സ്. നമ്മൾ ചുമ്മാ ഇഡിയറ്റ് 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 എന്ന് ചുമ്മാ വിളിക്കരുത്. വിളിച്ചു കഴിയുമ്പോൾ ഇപ്പോഴേ എനിക്ക് സാറേ പിടികിട്ടിയേ, ഈ സൈക്കോളജി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ചുമ്മാ ഇഡിയറ്റ് ഇഡിയറ്റ് എന്ന് വിളിക്കുമായിരുന്നു. അത് വിളിച്ചവരല്ലേ ഇപ്പം മരിച്ചുപോയി, അല്ലേ പോയി ഒന്ന് ചോദിക്കായിരുന്നു ഞാൻ ഇഡിയറ്റ് ആണോ എന്ന്. പ്ലീസ് ആ വാക്കിന് കൊടുക്കുക.
അടുത്തതാ അണ്ടർ അച്ചീവർ. ശ്രദ്ധിച്ചു കേട്ടാണ്. ഹു ഈസ് അണ്ടർ അച്ചീവർ എന്ന് ചോദിച്ചാൽ ആരാന്നറിയാവോ അണ്ടർ അച്ചീവർ? പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാത്തവർ. എന്നോട് പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു, സാറേ എല്ലാ പീരീഡും ക്ലാസ് ഉണ്ട്, എല്ലാ പീരീഡും പഠിപ്പിച്ചാ വിടുന്നേ, എല്ലാ പീരീഡും കാര്യാ, പക്ഷെ വീട്ടിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടി. അത്രേ ഉള്ളൂ. ചിലവര് ട്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട് വിടുക. ട്യൂഷൻ ചീത്തയൊന്നുമല്ല, ട്യൂഷൻ നല്ലതാ, ട്യൂഷൻ സപ്പോർട്ടാ. പക്ഷേ സ്കൂളിലെ പഠിക്കാതെ ട്യൂഷന് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ട്യൂഷന് പഠിക്കുന്നു പറഞ്ഞു സ്കൂളിൽ പഠിക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? ബാലൻസ് 8, 9, 7 ക്ലാസ്സിലെ കുട്ടികൾ അവർക്ക് അപ്പായും അമ്മേനെയും ബുദ്ധിപരമായിട്ട് പറ്റിക്കാന്നറിയാം. അവരറിയാം ട്യൂഷന് പോയി, പിള്ളേരെ കണ്ണു നിർത്തി കാണിക്കുന്നത് മൊത്തം പറയാ. അപ്പനും അമ്മയും വരുമ്പോൾ പഠിക്കുന്ന പോലെ ഇരിക്കും. അപ്പനും അമ്മയും മാറിക്കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം കൂടി, ചിലവര് പേടിപ്പിച്ച പേരൻസിനെ ഇരുത്തിയെങ്കിൽ ഉണ്ടായിരുന്നോളാം. PK മീറ്റിങ്ങിന് ചെന്നാലും ടീച്ചർമാർ എന്തെങ്കിലും ചോദിച്ചാലും മിണ്ടിയേക്കരുത്. എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ചാടും മാറി. അങ്ങനെ ചാടാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്കൊരു ആഗ്രഹമാണ്, ഇവിടെ ഒന്നും ചാടരുത്. ഒരു 10 നിലയുടെ മുകളിൽ നിന്ന് ചാടണം. 2 കാലം കൂടിയട്ടെ, അല്ലെങ്കിൽ ഒരു കാലം കൂടി ഞാൻ കട്ടിക്കട്ടി ബാത്റൂമിൽ പോകണ്ടത്. ആണ്ട് ഹൈക്കോടതി പറഞ്ഞില്ലേ, പിള്ളേരെ പേടിച്ച് അധ്യാപകർ ഇരിക്കേണ്ട ഒരു അവസ്ഥ നല്ലതല്ലെന്ന്. ചില മാതാപിതാക്കൾ പിള്ളേര് പറയുന്ന അന്ധമായിട്ട് വിശ്വസിക്കുന്നേ. ഹൈക്കോടതി പറഞ്ഞതാ പിള്ളേരെ പേടിച്ച് ജീവിക്കാൻ. ഡെസ്കും പുറത്ത് കാല് കയറ്റി വെച്ചവനോട് എടാ കൊച്ചെ താഴെ വെക്കാൻ പറഞ്ഞപ്പോ അവന് മാനസിക പീഡനം. അവന്റെ അത് കേട്ടോണ്ട് അവന്റെ അപ്പൻ കേസ് കൊടുത്തേക്കുന്നു. വിവരമുള്ള ജഡ്ജി പറഞ്ഞു, എങ്ങോട്ട് പോകുന്നു വിദ്യാഭ്യാസം? ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗദർ, ആർ ലേണിംഗ് ടു ബി. ലോകത്തുള്ള മുഴുവൻ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അറിയേണ്ടത് അറിയാൻ, ചെയ്യേണ്ടത് ചെയ്യാൻ. 8, 9, 10 പഠിക്കുന്ന പിള്ളേരുടെ അണ്ടർവെയർ അവരൊന്ന് അലക്കട്ടെ. നിങ്ങൾ മരിച്ചു പോയാലും തുണി അലക്കാൻ പഠിക്കട്ടെ. എന്നും വെച്ച് ഒന്നി പഠിക്കുന്ന കൊച്ചിനെ അലക്കിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അലക്കിക്കാൻ പറ്റുമെങ്കിൽ അലക്കിക്ക്. 5ാം ക്ലാസ് തൊട്ട് സ്വന്തം തുണി അലക്കുന്ന ആളാ പ്രസംഗിക്കുന്നത്. എന്നും വെച്ച് എൻ്റെ അമ്മയോ എൻ്റെ വൈഫോ അലക്കിയിട്ടില്ലെന്നല്ല. എവിടെ പോയാലും, അല്ലെങ്കിൽ അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാം, എവിടെ പോയാലും ജീവിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അതെന്റെ വിദ്യാഭ്യാസം തന്നാണ്. കഴിഞ്ഞ ദിവസം എൻട്രൻസിന്റെ ഒബ്സർവറായിട്ട് പോയപ്പോ ഞാൻ കണ്ടതാ, ടെസ്റ്റ് കഴിഞ്ഞ കൊച്ചിന് അമ്മ വാരി കൊടുക്കുക, അപ്പം പുസ്തകം തുറന്ന് പിടിച്ചേക്കുക, കൊച്ചു പരീക്ഷാ ഹോളിൽ കിടന്ന് ഉറങ്ങുക. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ കൊച്ച് വളരെ ബുദ്ധിപൂർവ്വം പറ്റിച്ചുകൊണ്ടിരിക്കുക. അണ്ടർ അച്ചീവർ, പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിക്കുന്നുണ്ട്. ഇന്ന് പ്രോഗ്രസ് കാർഡ് കാണുമ്പോൾ നോക്കണം, കാണിക്കുന്നുണ്ടോ എനിക്കറിയില്ല. പ്രോഗ്രസ് കാർഡ് നോക്കണം. പ്രോഗ്രസ് കാർഡിൽ കൊച്ചിന് ഏതാണ് സ്ട്രോങ്, ഏതാണ് വീക്ക്. ചുമ്മാ അല്ലാതെ കൊച്ചിന് വീക്ക് ആകാൻ കാരണം കൊച്ചിന് മനസ്സിലാകാത്തതാണെങ്കിൽ ഡിക്ഷണറി മേടിച്ചു കൊടുക്കണം, അല്ല എങ്കിൽ പറഞ്ഞു കൊടുക്കണം. കുടിലായിക്കോട്ടെ, കുടിലിൽ പഠിക്കാനൊരിടം വേണം. ചില മാതാപിതാക്കൾ പറയും, ഞങ്ങൾ പണി കഴിഞ്ഞു വന്നതാ, ഞങ്ങൾ ഇച്ചിരി നേരം ഇരുന്ന് TV കാണട്ടെ. നീ വേണ പോയിരുന്ന് പഠിച്ചോ. 4 മണിക്കൂർ വെയിലത്ത് നിന്ന് കിളക്കുന്നതും 1 മണിക്കൂർ പഠിക്കുന്നതും സെയിം എഫക്റ്റ് ആണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 4 മണിക്കൂർ വെയിലത്ത് നിന്ന് കിളക്കുന്നതും 1 മണിക്കൂർ പഠിക്കുന്നതും സെയിം എഫക്റ്റാണ്. ചില മാതാപിതാക്കളുടെ ധാരണയുണ്ട്, 1 പഠിക്കാനൊന്നുമില്ല, 2 പഠിക്കാനൊന്നുമില്ല, 8ലും 9ലും ഇല്ല, 10ലേ ഉള്ളൂ. വീട് പണിതായിരുന്നു വയ്യാതെ. ഞാൻ കണ്ടായിരുന്നു വീട് പണിത ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഏത് ഭാഗം പണിയാണ്? അടുക്കളയോ? അടുക്കള, ബാത്റൂമോ? അടുക്കള. വീട് പണിതപ്പോ പാറമടയ്ക്ക് അളവാണെന്ന് പറഞ്ഞ ചേട്ടൻ പിന്നെ തിരക്കുണ്ടാക്കുമായിരുന്നോ? ഇല്ല, കല്ല് കിട്ടട്ടെ, നല്ല കല്ല് കിട്ടട്ടെ. കല്ലാശാരിയുടെ അടുത്ത് ഒരു തിരക്കും ഇല്ലാതെ കിട്ടുന്നതാണ് ഈ പണിക്കാർ വന്നാൽ ഏറ്റവും സമാധാനത്തോടെ പണിയാൻ പറ്റുന്നത് തറ കെട്ടുന്നത്. ആർക്കും തിരക്കില്ല. എപ്പോഴാണ് തിരക്ക് കൂടുന്നേ? തേപ്പ് തുടങ്ങുന്നത്. അവൾ പല വീടിനെ നോക്കും, തേപ്പ് ഉടനേക്കും. തേർ താമസം കഴിഞ്ഞിട്ടാ തേർ താമസം ബുക്ക് ചെയ്യും ആദ്യം, എന്നിട്ടാ തേപ്പ് തുടങ്ങും. അത് പണിക്കാർക്ക് ജാഗ്രത. അവസാനത്തെ ദിവസത്തെ പണി തുടങ്ങാൻ ജാഗ്രത.
ബോധം വേണം. അടിത്തറ പണിയുമ്പോൾ ഉണ്ടല്ലോ തിരക്ക് കാണിക്കരുത്. മംഗളാറാം ഇൻഫന്റ് ജീസസ് സ്കൂളിൽ ഇപ്പൊ നിങ്ങളുടെ കൊച്ചിന്റെ അടിത്തറ പണിയുക. അടിത്തറ തിരക്ക് കാണിക്കരുത്. നിങ്ങൾ നല്ല ഡിസിഷൻ എടുത്തു, നല്ല സ്കൂളിൽ വിട്ടു, നല്ല രീതിയിൽ നിങ്ങളുടെ കൊച്ചിന് പഠിക്കാൻ ഒരിടം കൊടുക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അണ്ടർ അച്ചീവറിനെ കുറിച്ച് പഠിക്കാൻ എല്ലാവരും, ഞാനൊരു പരീക്ഷ ഇടാൻ പോവാ. തോക്കുന്നയാൾ ഇവിടെ വന്ന് കലാപരിപാടി അവതരിപ്പിക്കുക. ഒന്നെന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കൈയടിക്കണം, 2 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം കൈയടിക്കണം, 3 എന്ന് പറയുമ്പോൾ 1 പ്രാവശ്യം കൈയടിക്കണം. റെഡി? മനസ്സിലായവരുന്ന് കൈ പൊക്കിക്കേ. അച്ഛാ ഇതുകൊണ്ടാ ഫീസ് കിട്ടാതെ. ഇവർക്ക് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. 1 എന്ന് പറയുമ്പോ 2, 2 എന്ന് പറയുമ്പോ 3, 3 എന്ന് പറയുമ്പോ 1. കിട്ടിയോ? റെഡി? മത്സരം ആരംഭിക്കുന്നു. 1, 2, വെരി ഗുഡ്. 3. 3 എന്ന് പറഞ്ഞ എത്രയാണെന്ന് പറഞ്ഞേ? 1. അതൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നിന്ന് പ്രിൻസിപ്പൾ, ഇനി എന്നെ ശ്രദ്ധിച്ചില്ലേലും കുഴപ്പമില്ല, ഉറങ്ങുന്നവരൊക്കെ എഴുന്നേറ്റാണ്. ഇപ്പൊ പ്രിൻസിപ്പൾ സംസാരിക്കാൻ പോവാ. പ്രിൻസിപ്പൾ പറയുന്ന മുഴുവൻ കേൾക്കണം, മുഴുവൻ. അതായത് മനസ്സിലായില്ലായിരുന്നു. ഈ ചിലവര് കൈയടിച്ച് എങ്ങനെയാണെന്നറിയോ? കുറച്ച് കേട്ടാലല്ലേ സാറ് പിടിക്കുള്ളൂ. PTA മീറ്റിങ്ങിന് വന്നില്ലല്ലോ, പറ്റിച്ചേ. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. മത്സരം തുടരുന്നു. 1, 2, 3. പോരാ. തെറ്റിക്കുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് എല്ലാവരോടും നിൽക്കുന്ന പാട്ടൊക്കെ പാടാൻ നാളൊക്കെ പാടുന്നു. ശരി. 1. 1 എന്ന് പറഞ്ഞാൽ 2. ഇന്റർലൈസ് ചെയ്ത് 1, 2, 3. അപ്പം വേണമെങ്കിൽ ചക്ക മംഗളാരാമിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒന്ന് മനസ്സ് വെച്ചാ ഇപ്പൊ പിടി കിട്ടിയോ? ആദ്യമേ നിനക്ക് വെച്ച നല്ല സ്ട്രോങ്ങാ. മാനേരൊന്നും നല്ലവരുണ്ടല്ലോ. കൃത്യം. അതിനായി ഈ ഡോക്യുമെന്റ് ചെയ്യുന്നേ. ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല, ആരൊക്കെ കൈയടിച്ചു, ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് കേൾക്കട്ടെ. ഇത് ഇരുന്ന് മൊത്തം കാണണം. അതിനെ ഞാൻ ഫോട്ടോ എടുപ്പിച്ചേ. ഡിസിപ്ലിൻ, 2 ടൈപ്സ് ഡിസിപ്ലിൻ. ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ അവസാനിപ്പിക്കുന്നു. 2 ടൈപ്സ് ഡിസിപ്ലിൻ. 1 ഇന്റേണൽ ഡിസിപ്ലിൻ, 2 എക്സ്റ്റേണൽ ഡിസിപ്ലിൻ. എക്സ്റ്റേണൽ ഡിസിപ്ലിൻ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. എന്നെ പേടിച്ച് നിങ്ങൾ ഇരിക്കുന്നു, വികാരിയത്തിനെ പേടിച്ച് നിങ്ങൾ ഇരിക്കുന്നു. പിള്ളേര് അപ്പനും അമ്മയും വഴക്ക് പറയില്ലോ എന്ന് ഓർത്ത് അപ്പനും അമ്മയും ഉള്ളപ്പം മാത്രം പഠിക്കുന്നു. അതിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഡിസിപ്ലിൻ. ഇനി ഇന്റേണൽ ഡിസിപ്ലിൻ എന്താണെന്നറിയാമോ? ആരുമില്ലാത്തപ്പോ നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ഇനി ചിന്തിച്ചു നോക്കിയ മാതാപിതാക്കൾ ചിന്തിച്ച്, എന്റെ കൊച്ചിന്റെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ഇന്റേണൽ ഡിസിപ്ലിൻ ഉള്ള ആളാണോ? നിങ്ങളുടെ വരുമാനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആ വരുമാനത്തിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകാം. അടുത്ത മാസം ക്രിസ്മസ് ആണ്, ക്രിസ്മസിനോടനുബന്ധിച്ച് ഇത്ര രൂപ ചെലവ് വരുമെന്ന് നിങ്ങൾക്കറിയാം. അതിന് പ്ലാൻ ചെയ്യണ്ടേ? ഇന്ന മാസത്തിലെ കൊച്ചുങ്ങൾക്ക് ഫീസ് വരും, അല്ല വണ്ടിക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ ചെരുപ്പ് മേടിക്കണം എന്നൊരു ബോധം വേണ്ടേ? അതിന് പറയുന്ന പേരാ റെസ്പോൺസിബിൾ പേരന്റിങ്. റെസ്പോൺസിബിൾ പേരന്റിങ് ഇല്ല എങ്കിൽ പാടാ. അടുത്ത 4 എണ്ണം പെട്ടെന്ന് പറയാം. ലേണിംഗ് ഡിസേബിൾഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ആ വണ്ടിയുടെ പുറകില് ഇരിപ്പുണ്ട്. ആ വണ്ടിയുടെ പുറകില് മലയാള അക്ഷരമാലി ടീച്ചർമാരോട് പ്രിൻസിപ്പൾ ഇരുന്നു. ഓടിവാ ടീച്ചറെ, ഓടിവാ. ആ കിടക്കുന്ന വണ്ടിയുടെ പുറകിലേക്ക് എത്തിക്കാത്തിരിക്കുന്ന അക്ഷരമാല സംഭവങ്ങളെല്ലാം ഒരു മേശയിട്ട് ഇങ്ങോട്ട് വെച്ചാൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തുവിട്ടാൽ. ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാരണം എന്താണെന്നറിയോ? അക്ഷരം അറിയത്തില്ല. കോട്ടയം ജില്ലയിൽ 21.5% കുട്ടികൾക്ക് ലേണിംഗ് ഡിസേബിൾഡ്. അത് വട്ടോ ചട്ടോ പൊട്ടോ അല്ല. എക്സ് എഴുതുമ്പോൾ തിരിഞ്ഞു പോകുന്നു, സി എഴുതുമ്പോൾ തിരിഞ്ഞു പോകുന്നു, പി എഴുതുമ്പോൾ തിരിഞ്ഞു പോകുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ലേണിംഗ് ഡിസബിലിറ്റി. നിങ്ങളുടെ നോട്ട് ബുക്ക് നോക്കിക്കഴിഞ്ഞിട്ട് കൊച്ചിന് ഒരു കുഴപ്പമില്ല. എൻ്റെ കീഴിൽ PhD ചെയ്യുന്ന കൊച്ച് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഞാൻ നമ്പർ തരാം, നിങ്ങളെ സഹായിക്കാം. 24/7 1 രൂപ പോലും ചെലവില്ല. പാല BEd കോളേജിലേക്ക് വാ, സഹായിക്കാം. പക്ഷേ നിങ്ങളൊരു ബുക്ക് നോക്കണം. 60-40 പിള്ളേരിരിക്കുന്ന ക്ലാസ്സിൽ ആ ടീച്ചർ ഓടിച്ച് നോക്കിയപ്പോൾ കാണാതെ പോയത് ഒരു കൊച്ചിന് അമ്മയ്ക്ക് നോക്കാം. നോക്കുന്നില്ല എങ്കിൽ പിന്നെ പാടാണ്. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതായത് ഈ PTA മീറ്റിംഗ് വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. കോട്ടയം ജില്ലയിൽ 21. എൻ്റെ കൊച്ചു ലേണിംഗ് ഡിസേബിൾഡാ.
സി എഴുതുമ്പോൾ തിരിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പതുക്കെ തിരുത്തും. അല്ലാതെ കോളേജ് പ്രൊഫസറുടെ കൊച്ചിന് ലേണിംഗ് ഡിസബിലിറ്റി ആവാൻ മേല. അമിതാഭ് ബച്ചൻ ലേണിംഗ് ഡിസേബിൾഡ് ഇല്ല ടീച്ചറെ. പുറകിൽ വെച്ചാരെ, അതിന് ശേഷം ആർക്കെങ്കിലും ചോദിച്ചാൽ കൊടുത്താരെ. അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. പൈസ ഇല്ലേലും കൊടുത്തു വിട്ടാരെ, കാരണം ഞാൻ പുസ്തകം വിറ്റ് ജീവിക്കുന്ന ആളൊന്നുമല്ല. ഏതെങ്കിലും കൊച്ചു രക്ഷപ്പെടട്ടെ. എന്നിട്ട് അത് മറിച്ചുകൊണ്ട് വിറ്റേക്കരുത് കിടങ്ങൂര്. ഞാൻ തരുന്ന സാധനം ഇവിടുന്ന് ഓസി കിട്ടിയിട്ടും അവിടെ കൊണ്ടുപോയി വിറ്റേക്കരുത്. വീട്ടിൽ കൊണ്ടുപോയി കലണ്ടർ തൂക്കിയിടണം. എന്നിട്ട് കൊച്ചു കാണട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ സൺഡേ സ്കൂളിൽ എടുത്തിട്ട് ഈശോ എന്ന് എഴുതിയപ്പോൾ ഈഗോന്നായിപ്പോയി. കായും കൂടെ മാറിപ്പോയതാ. ലേണിംഗ് ഡിസബിലിറ്റി അവന്റെ പ്രശ്നം. അടുത്തതാ ചിൽഡ്രൻ വിത്ത് ADHD, ഹൈപ്പർ ആക്റ്റീവ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. നോക്കിയേ, പിള്ളേർക്ക് ഇതുമല്ല അറിയാവോ? എന്നിട്ട് നല്ല പിള്ളേരാ കേട്ടോ. മംഗളാരാമിലെ പിള്ളേർ നല്ല മിടുക്കരാ. നന്നായിട്ടൊന്ന് കൈയടിച്ച മാതാപിതാക്കള് ഉണ്ടോ? ഒരു ലാസ്റ്റ് ഒരു 3 മാസത്തിന്റെ ഇടയിൽ ഇതുപോലെ ശാന്തരായിട്ടിരിക്കുന്ന പിള്ളേരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും പ്രത്യേക അനുമോദനം. ആ ഫോർമേഷൻ്റെയാ. പേടിച്ചിട്ടൊന്നും ഇരിക്കുന്നതല്ലോ അല്ലേ? ഇങ്ങനെ ഇരിക്കാനാണ് പഠിപ്പിച്ചേക്കുന്നത് അല്ലേ? മിടുക്കര് ഇങ്ങനെ തോളെ തട്ടിട്ട് പറഞ്ഞേ കൊള്ളാൻ നന്നായിരിക്കുന്നു പറഞ്ഞേ. ആ കൊച്ചിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. കൊള്ളാം സാറ് കൊച്ചിനെ കുറിച്ചാ പറഞ്ഞേ, മിടുക്കനാണെന്ന് പറഞ്ഞേ. കാരണം എപ്പോഴും നെഗറ്റീവ് കേട്ടുണ്ടല്ലോ കൊച്ചുങ്ങളുടെ തലയിൽ പോസിറ്റീവ് ഒന്നുമില്ല. എന്നിട്ട് ഉമ്മയും കൂടെ കൊടുത്തേ. ഉമ്മയും കൂടെ ഒന്നിനും കൊതിയില്ലാതെ പിള്ളേർ വളരട്ടെ. അല്ലാതെ ബേക്കറിയുടെ മുന്നിൽ കൂടെ തിന്നാൻ നടക്കുന്ന പോലെ കൊതി വേണമെന്ന് ഉമ്മ കിട്ടാൻ വേണ്ടി നടക്കരുത്. റെഡി. അടുത്തത് ഹാൻഡിക്യാപ്ഡ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങള് ഉണ്ടെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. നെക്സ്റ്റ് ആണ് ഡെലിൻക്വൻസി, കഞ്ചാവ് വിൽപ്പന. ഇപ്പം ഇന്നലെ ഏറ്റുമാനൂരിൽ നിന്ന് ജില്ലയിലെ ഏറ്റവും വലിയ വേട്ടയാണ് നടന്നത്. ഏറ്റവും വലിയ വേട്ട. ആ വേട്ടയില് സംഭവം എന്നാന്നറിയാവോ? കാര്യം ഉത്തേജക മരുന്നാന്നാ പറഞ്ഞേ. ഇത് എന്നത്തിനാ, എവിടെയാ പോകുന്നേ? നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ടെങ്കിൽ അത് എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇവിടെ ടീച്ചർമാര്, സാറന്മാര്, അല്ലെ ഹെഡ് മാസ്റ്ററോ മാനേജറോ പ്രിൻസിപ്പളോ എന്തിനെങ്കിലും പറഞ്ഞു വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ അതിന് അറിവുണ്ടാവണം. അതിനാ PTA മീറ്റിങ്ങിൽ വരണമെന്ന് പറയുന്നത്. ഫീസ് കൊടുക്കുന്നതിന് റെസിപ്റ്റ് ഉണ്ടാവും. അതല്ലാതെ പിള്ളേരുടെ കയ്യിൽ പൈസ ചെന്നാൽ ഒത്തിരി സ്ട്രിക്റ്റ് ആവരുതേ. പിള്ളേര് പറയാ ഓണത്തിന് എല്ലാവരും കൂടി ഒരു ജ്യൂസ് കുടിക്കുന്നുണ്ട്, അപ്പാ 10 രൂപ തരാമോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്നാ കാണാൻ ഉണ്ടാക്കുക? അത് കഴിഞ്ഞ് മരിക്കാൻ നേരത്ത് വെള്ളം തരാൻ പറഞ്ഞാൽ തരുമോ? അന്നേരം അവൻ പറയും 10 രൂപ ഇല്ലാന്ന്. മനസ്സിലായോ? പക്ഷേ എല്ലാ ദിവസവും പറയുക എനിക്ക് സ്കൂളിൽ പോണേ 10 രൂപ വേണം, അന്നേരം പറയണം ഇല്ലാന്ന്. പിടികിട്ടിയോ? മെത്തഡോളജിയുടെ പ്രശ്നമാണ്. ചില മാതാപിതാക്കൾ എപ്പോഴും താലോലിക്കുകയും വേണം, അടി കൊടുക്കുകയും ചെയ്യും. പിടികിട്ടിയോ? അവിടെയാണ് പ്രശ്നം. ഞാൻ ഇത്രയും നേരം വിത്ത് പാകുമായിരുന്നു, അതിനുശേഷം അത് മരമാവും, ട്രീ ആവും, ഫ്രൂട്ട് കായ്ക്കും. മംഗളാരാം അച്ഛൻ സ്ഥലം മാറിപ്പോയിട്ട് 10 കൊല്ലം കഴിയുമ്പോൾ കുമ്മണ്ണൂർ, ചേർപ്പങ്കൽ, കിടങ്ങൂർ, മാറിടം എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ മംഗളാരാമിൽ പഠിച്ച കൊച്ചിന്റെ ആയിരിക്കുമല്ലോ വായിക്കുക. ഇന്ന കൊച്ചു പഠിച്ചു, മിടുക്കനായി, ഇന്ന സ്കോളർഷിപ്പ് കിട്ടി എന്ന് പറയുമ്പോൾ ഇവരുടെ കണ്ണ് നിറയും സന്തോഷം കൊണ്ട്. അതിനാ 8 മണിക്ക് വരുന്നേ. ഇവിടെ വരുന്ന ആദ്യത്തെ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് വിഷനുണ്ട്. ഒരു കൊച്ചും അനാഥമല്ല. മനസ്സിലായോ? 10 കൊല്ലം കഴിയുമ്പോൾ അച്ഛൻ വായിക്കുക ഇന്ന കൊച്ചു വണ്ടിയെ കയറി മറിഞ്ഞു, രാത്രി 2:15 പോസ്റ്റർ അടിച്ച് മരിച്ചു, അല്ലെങ്കിൽ അജ്ഞാത മൃതദേഹം, അല്ലെങ്കിൽ ഇങ്ങനെ. അന്നേരം കണ്ണ് നിറയും സങ്കടം കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ബോൾ തട്ടി കാലിലോട്ട് തരിക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഇന്ന് മുതൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഒരു മാറ്റം വന്നേക്കില്ല കേട്ടോ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് എടുത്തു പോക്കി ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ കൊച്ചു പറയും ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എവിടെയാണ് അച്ഛൻ കൊണ്ടുപോകേണ്ടത്? പൈങ്ങളത്താണോ ഊളംപാറയാണോ? വരരുത്. റാഡിക്കൽ ചേഞ്ചസ് നമുക്ക് വേണ്ട. ലാസ്റ്റ് വേർഡ് പ്രയോറിറ്റി, മുൻഗണന. ഞാൻ പണത്തിനാണോ മക്കൾക്കാണോ? ചിമ്പാൻസി സ്വന്തം കൊച്ചിനെ മാറോട് ചേർത്ത് പിടിക്കുമ്പോ വിദ്യാഭ്യാസമുള്ള ഒരു ചേച്ചി തിരക്ക് വന്നപ്പോ എന്നാ ചെയ്തു?
ആ നിലത്തിട്ടിട്ട് ഫോൺ വിളിച്ചു. പ്രയോറിറ്റി നീ കാണിക്കാം. കണ്ടോ 1916 ന്യൂസ് പേപ്പർ. ഇപ്പൊ മൊബൈൽ ചീത്തയല്ല, പക്ഷെ മൊബൈല് നല്ലതാവണം. Let us do today's jobs. ഇന്നത്തെ പണി ഉണ്ടോ? നല്ല ഒന്നാം തരം മീഡിയ ഡയറക്ടറാണ് അച്ഛൻ. ഇരുന്ന് ഇടവകയിലും അച്ഛൻ ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ട്. Let us do today's jobs with today's tools. ഈ സ്കൂളിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയത് അച്ഛൻ പറഞ്ഞു. ഇനി സ്കൂളിൽ തുടരെ പരിപാടി വരുമ്പോ സ്ക്രീൻ വേണം. ഇന്നിങ്ങനെയൊക്കെ വെച്ച് നന്നായി, കൊള്ളാം. ഇങ്ങനെ PTA മീറ്റിംഗ് വെച്ച് നന്നായി. ഈ അലക്സ് സാർ 25 കൊല്ലം കൂടെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളവരൊന്ന് കൈയിരിക്കും. ഇത് കിട്ടിയോ? അപ്പൊ എന്ത് ചെയ്താലും ഉണ്ടല്ലോ ഇന്നത്തെ ഇത് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാ. ഇത്രയും സാധനം മാനേജർ അച്ഛ, പ്രിൻസിപ്പൽ സാറെ, ടീച്ചർമാരെ, പേരൻസ്, ഒരു എഡ്യൂക്കേഷനിസ്റ്റ് എന്ന പറയുന്ന നിലയിൽ ഞാൻ പറയുന്നു, മംഗളാരാം ഇൻഫാന്റ് ജീസസ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഇത്രയും സാധനം മിനിമം വേണം. IQ, EQ, SQ, PQ, DQ, RQ, AQ. നീയുണ്ട് MQ, മാനേജ്മെന്റ് കോച്ച്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ 2 മിനിറ്റിനുള്ളിൽ നിർത്തിക്കോളാം. ടൈം മാനേജ്മെന്റ് കോച്ച് എനിക്കുണ്ട്. റെഡി. അടുത്തതാ RQ, റിലേഷൻഷിപ്പ് കോച്ച്. സ്കൂളും നിങ്ങളും തമ്മിലുള്ള ബന്ധം, പിള്ളേരും അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, പേരൻസും ടീച്ചറും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ വിമർശിച്ചോ? മക്കളെ മുന്നിൽ വെച്ച് വിമർശിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് സാറേ എൻ്റെ നമ്പർ ചോദിച്ചാൽ കൊടുത്താലേ. അല്ല വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. ഇനി നന്ദി പറയാനൊന്നും ആരും വേണ്ട. സ്കൂളിൻ്റെ വാട്സപ്പിൽ ഇവരെല്ലാവരും ഉണ്ടോ? ഉണ്ട്. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് മുമ്പ് ഇന്ന് നടന്ന PTA മീറ്റിങ്ങിനെ കുറിച്ചും ക്ലാസ്സിനെ കുറിച്ചും നിങ്ങളുടെ അതാത് ക്ലാസ് PTAയുടെ അല്ലെ ക്ലാസ് പേരൻസിന്റെ ഗ്രൂപ്പിൽ പേരൻസ് മെസ്സേജ് ഇട്ടേച്ചാൽ മതി. പിടികിട്ടിയോ? വേറെ ഒരു നന്ദി എനിക്ക് വേണ്ട. ഇന്ന് വെച്ച് നന്നായി, മോശമായി, മേലാൽ ഇത് കൊണ്ട് പരിപാടി വെക്കരുതെന്ന് മനസ്സുണ്ടെങ്കിൽ നേരെ ഇന്ന് ഇട്ടണം. നാട്ടിൽ ഇന്ന് വർത്താനം പറയുന്നു. കാണുമ്പോ മാറിക്കഴിയുമ്പോ അത് നിർത്തണം. ഉള്ള കാര്യം ഉള്ള പോലെ മുഖത്ത് നോക്കി പറയണം. RQ, റിലേഷൻഷിപ്പ് കോഴ്സ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ഒന്ന് ശാസ്ത്രം എടുത്തേ. വായിക്കൂടെയാണോ ശാസ്ത്രം എടുക്കുന്നത്? നിർത്തില്ല, മൂക്കിക്കൂടെ ശാസ്ത്രം എടുത്തേ. ആ വിട്ടേ. ഒന്നുകൂടെ എടുത്തേ. ഇനി എടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എന്താ സാറേ പറയുന്നത്? ശ്വാസം മുട്ടൊന്നുമല്ല, മരണം. ഒന്നുകൂടെ എടുത്തേ. തീരാൻ പോവാ, എടുക്ക്. ആ വിട്. ഒന്നുകൂടെ എടുത്തേ, വിട്ടേ. വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഇതിന് 100 രൂപയാണ്. അടുത്ത തലമുറയ്ക്ക് ഈ ശുദ്ധവായു ഒക്കെ വേണമെന്നൊരു ബോധം വേണം. പരിസ്ഥിതി വലിച്ചെറിയ, ഈ വേസ്റ്റ് വലിച്ചെറിയരുത്. പിള്ളേരെ കൊണ്ട് മണ്ടായിക്കടലാസ് ഒന്ന് തിരക്കി ഇടിയിക്കണം. വൃത്തി, പരിസ്ഥിതിയും നമ്മളും തമ്മിലുള്ള ബന്ധം. ചിലവരുടെ വീടും പരിസ്ഥിതി എല്ലാം നിർത്തിയാണ്. അയലോകത്തെ പറമ്പിലേക്ക് വേസ്റ്റ് വലിച്ചെറിയും. എന്നിട്ട് NSS പ്രോഗ്രാം ഓഫീസർ വേസ്റ്റ് പറക്കാം. കഴിഞ്ഞ ഒക്ടോബർ 2 പാലായിലെ പാമ്പേഴ്സ് മുഴുവൻ പറക്കുന്ന ആരെ? GK ക്വസ്റ്റ്യൻ ആൻസർ അലക്സ് വന്നു. എൻ്റെ വീട്ടിലും പാമ്പേഴ്സ് ഉണ്ട്. അത് മാനേജ് ചെയ്യാനുള്ള ബോധം എനിക്ക് വേണം. എന്നിട്ട് രാത്രിയിൽ ആരും കാണാതെ കുമ്മണ്ണൂരിൽ നിന്ന് പാലായിക്ക് പോകുമ്പോൾ ചേർപ്പങ്ങൾ പാലത്തിൽ താഴോട്ട് ചാക്കി പാമ്പേഴ്സ്. ഡെഡ് ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്ന് തപ്പിയപ്പോൾ പാമ്പേഴ്സാണ് പൊങ്ങിയത്. ചിരിക്കാം, ചിന്തിക്കാം. എൻവയൺമെന്റൽ കോൺഷ്യസ്. അടുത്തതാ AQ, അഡ്വേഴ്സിറ്റി കോഷ്യന്റ്. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ശേഷി ഉണ്ടോ ഇല്ലയോ? ചിന്തിച്ചു. പ്രതികൂല എന്റെ അതാ ഞാൻ ആദ്യം ചോദിച്ചേ. നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാളും അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ച് കാണിക്കണം. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ കൊച്ചു വന്നിട്ട് പറയണം, എന്നെ വളർത്തിയ അപ്പൻ, എന്നെ വളർത്തിയ അമ്മ. അല്ലാതെ എന്നെ കാനഡയ്ക്ക് പോകാൻ പറഞ്ഞ അമ്മ എന്നെ പോണ്ട തന്ന ഉപ്പാന്ന് പറയരുത്. എന്നെ വളർത്തിയ അപ്പൻ, എന്നെ വളർത്തിയ അമ്മ. സാധിക്കേണ്ടതിന് ആശംസിക്കുന്നു. DQ, ഡിജിറ്റൽ കോഷ്യൻ. ആ ഡിജിറ്റൽ കോഷ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. യെസ്, ഫോണിലാ. ഫോൺ വളരെ കൃത്യമായിട്ട് കോൺഷ്യസ്. 1, 2, 3, 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും 15 മിനിറ്റ് കൂടുതൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. സാറേ ഇവിടെ ഓൺലൈൻ ക്ലാസ് ആണോ? അല്ലല്ലോ.
ഇനി ഏതെങ്കിലും കുട്ടികൾ മൊബൈൽ ഫോണിന് വേണ്ടി ബഹളം വെച്ചാൽ അച്ഛനോടോ സാറിനോടോ എൻ്റെ നമ്പർ മേടിച്ചിട്ട് വിളിക്കുക. അഡ്രസ്സ് കൃത്യം തന്നാൽ മതി. മീഡിയ ലിറ്ററസിയുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ നോഡൽ ഓഫീസറാണ്. കിടങ്ങൂർ പോലീസ് സ്റ്റേഷനായിരിക്കും 90% ആൾക്കാരുടെയും പരിധി. അവിടെയുള്ള സാറിനോട് പറയും, നിങ്ങളുടെ വീട്ടിൽ വന്ന് കൊച്ചിനെ ദേഹത്ത് പോലും ഉപദ്രവിക്കുകയില്ല, എടുത്തുകൊണ്ട് പോയി കൗൺസിലിംഗ് തന്നിട്ട് പിറ്റേ ദിവസം വിടും. കേട്ടോടാ അത് ചോദിക്കുന്നുണ്ട്. അമ്മ കൊടുക്കാതിരുന്നാൽ മതി. അല്ല, കൊച്ചിനോട് ചോദിക്കുക കേട്ടോടാന്ന്. ഏതാ കൊച്ചിത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ കോളേജിൽ വന്നു കഴിയുമ്പോൾ ഫോൺ വണ്ടിക്കകത്ത് വെച്ചിട്ടാ പോകുന്നേ. അതിനുള്ള ബോധം വേണം. കുഞ്ഞു കൊച്ചാ എന്നും. 4, 5, 6 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മാക്സിമം 25 മിനിറ്റ് കൂടുതൽ മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല എന്നാ പറഞ്ഞേ. ഇത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ചെവിയുള്ളവർ കേൾക്കും. അണ്ടേ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴേ ചോദിക്കുക, കൊച്ചാണോ പെണ്ണോ, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനാണ്. ഇനിയും കാണിക്കണോ ചേച്ചിക്ക്? ഇത് കോട്ടയം ജില്ലയിൽ ഒരു വീട്ടില് ഒരു വേദപാഠത്തിന് കാണാത്ത പിള്ളേരെ തപ്പി ചെന്നപ്പോ ഞായറാഴ്ച കണ്ടതാ. വേദപാഠത്തിന് പോയോ പോയില്ലയോ, ചെന്നില്ല. ഇതാ കൃത്യം 1 മണിയായപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്നു. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഇത് കോട്ടയം ജില്ലയിലെയാ. ഇതാ എൻ്റെ കൊച്ചല്ല, എൻ്റെ കൊച്ച് ഇങ്ങനെയല്ല, ചങ്കയിലാ കിടക്കുന്നത്. ഇത് പുറത്തല്ലേ. നമ്മളെ വിറ്റ കാശ് നമ്മുടെ മക്കളയിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നല്ല മിടുക്കരായിട്ട് നല്ല സന്തോഷത്തോടെ നന്നായിട്ട് ജീവിക്കാൻ ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സമയക്ലിപ്തത പാലിക്കേണ്ടതുള്ളത് കൊണ്ടും ഈ മീറ്റിംഗ് അർത്ഥവത്തായിട്ട് പ്രിൻസിപ്പൽ സാറും അച്ഛനും ക്രമീകരിച്ചത് കൊണ്ടും ഞാൻ അനുമോദിക്കുന്നു. നന്ദിയോടെ ഓർക്കുന്നു അച്ഛനെയും ഹെഡ്മാസ്റ്ററിനെയും. ഞാൻ 4 കാര്യമേ പറഞ്ഞുള്ളൂ. കുട്ടികളെല്ലാം ഡിഫറെൻ്റാ. ആ കുട്ടികളെ വളർത്തണം, വളർത്തിയില്ലേലും തളർത്തരുത്. 2, പേരൻറ്റിങ് സ്മാർട്ട് ആവണം. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്യുന്നതാണ് സ്മാർട്ട് പേരൻറ്റിങ്.